ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഈസ് സൊസൈറ്റി ഡെഡ് എന്ന ചാപ്റ്ററാണ്. ആൻഡ്രൂ സുള്ളിവാനാണ് ഇതിൻ്റെ ഓഥർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഐപോഡ് ജനറേഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഐപോഡ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ഐപോഡ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷെ അത് മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഐപോഡ് ജനറേഷനിലെ ആളുകൾ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്നത്, അവരിനെ എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ട് ഉള്ള ഒരു ചാപ്റ്ററാണ് ഈസ് സൊസൈറ്റി ഡെഡ് എന്നത്. ഈസ് സൊസൈറ്റി ഡെഡ്. I was visiting New York last week and noticed something I had never thought I would say about the city. Yes, nightlife is pretty much dead and I'm in no way the first to notice that. But day life, that insane mishmash of yells, chatter, hustle and chutzpah was a little different. It was quieter. അപ്പം റൈറ്റർ പറയാണ്, അദ്ദേഹം ഈ ന്യൂയോർക്ക് സിറ്റി ലാസ്റ്റ് വീക്ക് വിസിറ്റ് ചെയ്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്ന അദ്ദേഹം കരുതിയിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അത് പറയാണ്. അദ്ദേഹത്തിന് അറിയാം അവിടുത്തെ നൈറ്റ് ലൈഫ് പ്രിറ്റി മച്ച് ഡെഡാണ്, അവിടെ വലിയ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. ആൻഡ് റൈറ്റർ അല്ല അത് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാൾ. പക്ഷെ ഡേ ലൈഫിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഡേ ലൈഫ്, ദാറ്റ് ഇൻസെയിൻ മിഷ്മാഷ് ഓഫ് യെൽസ്, ചാറ്റർ, ഹസൽ ആൻഡ് ചുട്സ്പ. അതായത് ഇങ്ങനെ ഭയങ്കര ബഹളമുള്ള ഒരു സമയമാണ് രാവിലത്തെ സമയം എന്ന് പറയുന്നത്. ആൾക്കാർ സംസാരിക്കുന്നതും ഇങ്ങനെ ബഹളം വെക്കുന്നതും എല്ലാം കൂടിയിട്ട്. പക്ഷെ ഇപ്പം അത് വ്യത്യസ്തമായിരിക്കുന്നു. ഇപ്പം അത് ഭയങ്കര ക്വയറ്റായി മാറിയിരിക്കുന്നു. വാട്ട് ആസ്പെക്ട് ഓഫ് ന്യൂയോർക്ക് ഡിഡ് ദ ഓഥർ നോട്ടീസ്? അതിന്റെ ആൻസർ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. നോർമലി ചിറ്റ്ചാറ്റ്, യെൽസ്, അങ്ങനെയുള്ള ചുട്സ്പ, അങ്ങനെയൊക്കെ ഭയങ്കര ബഹളമാണ് ഉണ്ടാവുക. പക്ഷെ ഇപ്പം അത് ക്വയറ്റായിരിക്കുന്നു. The next question is, the daily life in New York is powerfully presented in these lines. Suppose you describe the same in your own city. What points will you notice? അപ്പോൾ അത് ഓരോരുത്തരും സബ്ജക്റ്റീവായിട്ട് എഴുതേണ്ടതാണ്. ന്യൂയോർക്കിനെ കുറിച്ചിട്ട് റൈറ്റർ പവർഫുൾ ആയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സിറ്റീനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. മാൻഹട്ടൻസ് ഡൗൺ ടൗൺ ഇസ് നൗ എ ഡിസ്നി ലൈക്ക് സ്ട്രിംഗ് ഓഫ് malls, riverside parks and pretty upper middle class villages, but there was something else, and as I looked across the throngs on the pavements I began to see why. ഇപ്പോൾ മാൻഹട്ടൻ്റെ ഡൗൺ ടൗൺ എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രിംഗ് ഓഫ് മാൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾസും റിവേഴ്സൈഡ് പാർക്സും അതുപോലെ തന്നെ അതൊരു പ്രിറ്റി അപ്പർ മിഡിൽ ക്ലാസ് വില്ലേജസ് ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ഒരു കാര്യം പുതിയതായിട്ട് വന്നതായിട്ട് റൈറ്ററിന് തോന്നുന്നുണ്ട്. അത് ഈ പേയ്മെന്റ്സിന്റെ അപ്പുറത്ത് കൂടെ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം വന്നിട്ടുള്ളതെന്ന്. There were little white wires hanging down from their ears or tucked into pockets, purses or jackets. The eyes were a little vacant. Each was in his or her own musical world, walking to their soundtrack. Stars in their own music video, almost oblivious to the world around them. These are the iPod people. അപ്പോഴാണ് അദ്ദേഹം ഈ ഐപോഡ് പീപ്പിളിനെ ശ്രദ്ധിച്ചത്. അവരുടെ ചെവിയിൽ നിന്നും ഒരു വൈറ്റ് വയറ് താഴോട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോൾ അവരുടെ പോക്കറ്റിലേക്കായിരിക്കും, ചിലപ്പോൾ പേഴ്സിലേക്കായിരിക്കും, അല്ലെങ്കിൽ ജാക്കറ്റിലേക്കായിരിക്കും. അവരുടെ ഐസ് ഇങ്ങനെ വേക്കൻ്റ് ആണ്, ഇങ്ങനെ ശൂന്യമാണ്. പിന്നെ അവർ അവരുടേതായ ഒരു മ്യൂസിക്കൽ വേൾഡിൽ, ഒരു മ്യൂസിക്കൽ വീഡിയോയിൽ പോകുന്നത് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നതേ ഇല്ല. നെക്സ്റ്റ്, have you noticed iPod people in your town too? Is there any difference between the iPod generation in New York and those in your own town? അപ്പോൾ ഇതുപോലത്തെ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ന്യൂയോർക്കിലത്തെ ആളുകളും നിങ്ങളുടെ ടൗണിലത്തെ ആളുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Even without the white wires, you can tell who they are. They walk down the street in their own MP3 cocoon, bumping into others, deaf to small social cues, shutting out anyone not in their bubble. അപ്പോൾ ഈ വൈറ്റ് വയേഴ്സ് കണ്ടില്ലെങ്കിലും അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം അവർ അവരുടെ ഓൺ MP3 cocoon എന്ന് പറഞ്ഞാൽ ആ ഒരു പാട്ടിൽ മുഴുകിയിട്ടാണ് അവർ നടക്കുന്നുണ്ടാവുക, ഈ MP3 പ്ലെയറിന്റെ ഇൻഫ്ലുവൻസിൽ. ആൻഡ് അവരുടെ അടുത്തുള്ളവരെ ചിലപ്പോൾ അവർ ചെന്ന് ബംപ് ചെയ്യുന്നുണ്ടാവും. ബംപ് ചെയ്യുന്ന പറഞ്ഞാൽ കൂട്ടി മുട്ടുക. ആൻഡ് അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ഈ സോഷ്യൽ ഡിസ്കഷൻസ് ഒന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പിന്നെ അവരുടെ ഒരു ബബിളിൽ ഇല്ലാത്ത ആളുകളെ അവർ ശ്രദ്ധിക്കുകയില്ല, അവരവിടുന്ന് ഒഴിവാക്കി വിടും. And every now and again some start unconsciously emitting strange tuneless squawks like badly tuned radio, and their fingers snap on their arms twitch to some strange soundless rhythm. When others say excuse me, there is no response. Hi ditto. It's strange to be among so many people and hear so little.
except that each one is hearing so much. അപ്പോൾ അദ്ദേഹം ഈ ഐപോഡ് ജനറേഷനെ കുറിച്ച് കൂടുതലും സംസാരിക്കുകയാണ്. അവർ ഈ പാട്ട് കേട്ടുകൊണ്ട് അൺകോൺഷ്യസ്ലി ഇങ്ങനെ എന്തെങ്കിലും ശബ്ദമൊക്കെ ഉണ്ടാക്കി വിരലൊക്കെ വെച്ച് ഇങ്ങനെ ട്വിച്ച് ചെയ്ത് ശബ്ദം ഉണ്ടാക്കി ആ ഏതോ ഒരു ട്യൂൺലെസ് ആയിട്ടുള്ള മ്യൂസിക് അക്കോർഡിംഗ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നത് പോലെ നടന്നു പോകുന്നേ ഉണ്ടാവും. ആരെങ്കിലും അവരുടെ അടുത്ത് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസും കിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ലൈഫാണ് ഇപ്പോൾ ആളുകളുടേത്. അവര് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നില്ല, അതേസമയം അവർ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. കാരണം അവർ പുറത്തുള്ള വേൾഡിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആണ്, പക്ഷെ അവർ അവരുടെ തന്നെ ഒരു വേൾഡിൽ ഒരുപാട് പാട്ടുകൾ കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. What according to the author are the markers to identify the iPod generation? അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. Every now and again തൊട്ട് hearing so much വരെയുള്ളത്. Yes, I might as well own up I'm one of them. I witnessed the glazed New York looks through my own glazed pupils, my white wires peeping out of my ears. I joined the cult a few years ago, the sect of the little white box worshippers. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഞാനൊരു വൈറ്റ് ബോക്സ് വർഷിപ്പർ ആണ്. എൻ്റെ ചെവിയിൽ നിന്ന് ഈ ഒരു വൈറ്റ് വയർ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത് കാണാൻ വേണ്ടി പറ്റുന്നു. Others began as I did with a Walkman and then a kind of clunkier MP3 player, but this sleekness of the iPod won me over. Unlike other models, it gave me my entire music collection to rearrange as I saw fit on the fly in my pocket. What was once an occasional musical diversion became a compulsive obsession. അപ്പോൾ ഈ ഐപോഡ് ജനറേഷനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ മറ്റുള്ളവരും ആദ്യം ഒരു വാക്ക്മാൻ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ അതൊരു MP3 പ്ലെയർ ആയി. പക്ഷേ ഈ ഒരു ഐപോഡിന്റെ സ്ലീക്കിനെസ് എന്ന് വെച്ചാൽ അതിന്റെ കംഫർട്ടബിൾ ആയിട്ട് അതിനെ ക്യാരി ചെയ്യാൻ പറ്റും ഈ ഒരു ഐപോഡിന്. അപ്പോൾ മറ്റ് മോഡൽസിനേക്കാളും അദ്ദേഹത്തിന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പറ്റി. പിന്നെ അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേലിസ്റ്റ് ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം അതൊരു ഒക്കേഷണൽ മ്യൂസിക്കൽ ഡൈവേർഷൻ ആയിരുന്നു. ആദ്യം ജസ്റ്റ് സ്ട്രെസ്സിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം മാത്രമായിരുന്നു. പിന്നെ അത് നിർബന്ധമായിട്ടുള്ള ഒരു ഒബ്സഷൻ ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ആൻഡ് ലൈക്ക് ഓൾ അഡിക്റ്റീവ് കൾസ് ഇറ്റ്സ് സ്പ്രെഡിങ്. വാക്ക് through any airport in the United States these days and you will see person after person gliding through the social ether as if on autopilot. Get on a subway and you're surrounded by a bunch of commuters staring into mid-space as if anesthetized by technology. Don't ask, don't tell, don't overhear, don't observe, just tune in and tune out. അപ്പം മറ്റുള്ള അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലെ തന്നെ ഇതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. അവർ ഈ സബ്വേയിൽ അവർ എയർപോർട്ടിൽ നിന്ന് പുറത്ത് കിടക്കുന്നു, അവരുടെ ചുറ്റുമുള്ള സോഷ്യലായിട്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, സബ്വേയിൽ പോകുന്നു. ഇതുപോലെ ഒരുപാട് ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ടെക്നോളജി കൊണ്ട് അനസ്തറ്റൈസ് ചെയ്തതുപോലെയാണ് അവരിയ്ക്കുക. അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു മയക്കത്തിലുണ്ടാവില്ല, അതുപോലെ ടെക്നോളജിയാൽ അനസ്തറ്റൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ എല്ലാം ഉള്ളത്. ആരുടെ അടുത്തും ഒന്നും സംസാരിക്കണ്ട, ആരും പറയുന്നത് ഒന്നും കേൾക്കണ്ട, ഒന്നും ഒബ്സർവ് ചെയ്യണ്ട, ജസ്റ്റ് ട്യൂൺ ഇൻ ആൻഡ് ട്യൂൺ ഔട്ട്. ആ പാട്ടിന്റെ ലോകത്ത് മാത്രം ഇങ്ങനെ മുഴുകിയിരിക്കാം. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത്, ദിസ് ആർട്ടിക്കിൾ ഇസ് റിപ്ലീറ്റ് വിത്ത് പവർഫുൾ ആന്റി ടെക്നോളജി വേർഡ്സ് ഫോർ പ്രസന്റിംഗ് ദ ആർഗ്യുമെന്റ്സ് ഓഫ് ദ ഓഥർ. ട്രൈ ടു ലിസ്റ്റ് ഡൗൺ ദോസ് എക്സ്പ്രഷൻസ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിള് ആന്റി ടെക്നോളജിയുടെ അഡ്വേഴ്സ് ഇഫക്ട്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് വേർഡ്സ് ഈ ഒരു ആർട്ടിക്കിളിലുണ്ട്. അപ്പം അങ്ങനത്തെ എക്സ്പ്രഷൻസ് ഇതിൽ നിന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് അനസ്തറ്റൈസ് ബൈ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഡൈവേർഷൻ ബിക്കമിങ് എ കമ്പൽസീവ് ഒബ്സഷൻ ഇവിടെ ആഡ് ചെയ്യാം. ഓർ ദ ലിറ്റിൽ വൈറ്റ് ബോക്സ് വർഷിപ്പേഴ്സ് അവിടെ ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. നൗ it wouldn't be so worrying if it were in part of something even bigger. You get your news from your favorite blogs, the ones that won't challenge your view of the world. You tune into a satellite radio service that also aims directly at a small market for new age ഫനറ്റിക് ലിബറൽ ടോക്ക് ഓർ മോഡേൺ റോക്ക്. ടെലിവിഷൻ ഇസ് ഓൾ കേബിൾ. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇത് ഇത്രത്തോളം ഉള്ള കാര്യങ്ങൾ അവസാനിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതിനേക്കാളും കൂടുതൽ ആസ്പെക്ട്സ് ഉണ്ട് ഈ ഒരു കാര്യത്തിന്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ബ്ലോഗ്സ് എന്നുള്ള ന്യൂസസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാറ്റലൈറ്റ് റേഡിയോനായിട്ട് ട്യൂൺ ഇൻ ചെയ്തിട്ട് ആ കാര്യങ്ങൾ അതിൽ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടെലിവിഷൻ ഇസ് ഓൾ കേബിൾ. യുവർ സെൽ ഫോൺസ് ക്യാൻ റിസീവ് ഇമെയിൽ ഫീഡ്സ് ഓഫ് യുവർ ഫേവറേറ്റ് ബ്ലോഗേഴ്സ് ലേറ്റസ്റ്റ് തോട്ട് സെക്കൻഡ്സ് ആഫ്റ്റർ he has posted them, or get sports scores for your team. Technology has given us a universe entirely for ourselves. The serendipity of
meeting a new stranger, hearing a piece of music we would never choose for ourselves, or an opinion that might force us to change our mind about something are all effectively banished. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഇപ്പോഴുള്ള ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നേരിടുക, അതിനായിട്ട് മാത്രം ഇന്ററാക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മുടെ ലൈഫ് മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ടൈപ്പ് ന്യൂസ് നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ബ്ലോഗറിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നു, അയാൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു, അതിനായിട്ട് വെൽ വേഴ്സ്ഡ് ആയിട്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളാണ് നടക്കുന്നത്. ആൻഡ് ദ സെറൻഡിപ്പിറ്റി ഓഫ് മീറ്റിംഗ് എ ന്യൂ സ്ട്രേഞ്ചർ. സെറൻഡിപ്പിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ആക്സിഡന്റൽ ആയിട്ട് ഒരു ഡിസ്കവറി നടത്തുന്നതിനെയാണ് പറയുക. അപ്പോൾ അതുപോലെ ആക്സിഡന്റൽ ആയിട്ട് ഒരു സ്ട്രേഞ്ചറിനെ കണ്ടുമുട്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു മ്യൂസിക് കേട്ട് അത് എൻജോയ് ചെയ്യുന്നതോ, നിങ്ങളുടെ ഒപ്പീനിയനായിട്ട് കൗണ്ടറാക്ട് ചെയ്യുന്ന ഒരു ഒപ്പീനിയൻ കേൾക്കാനുള്ളതോ, അത്തരം ചാൻസസ് ഒക്കെ ഇപ്പോൾ ബാനിഷ്ഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഒരിക്കലും അത് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള പോലെ അത്ര ഇഫക്റ്റീവ്ലി ബാനിഷ്ഡ് ആയി മാറിയിരിക്കുകയാണ്. Why does the author say that technology has given us a universe entirely for ourselves? അത് തന്നെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഈ വേറൊരു ലോകം തന്നെയാണ് ടെക്നോളജി നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത്. Atomization by little white boxes and cell phones. Society without the social. Others who are chosen, not met at random. Human beings have never lived like this before. അതായത് നമ്മുടെ ചോയ്സസ് അനുസരിച്ചിട്ടാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്, നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് ആക്സിഡന്റൽ ആയിട്ടോ കോയിൻസിഡന്റൽ ആയിട്ടോ ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ഹ്യൂമൻ ബീങ്സ് ഒരിക്കലും ഇങ്ങനെ ജീവിച്ചിട്ടില്ല. യെസ്, വി ഹാവ് ഓൾവേസ് ഹാഡ് ഹോംസ്, റിട്രീറ്റ്സ് ഓർ പ്ലേസസ് വെർ വി വെന്റ് ടു റിലാക്സ്, അൺവൈൻഡ് ഓർ ഷട്ട് ഔട്ട് ദ വേൾഡ്, ബട്ട് വി didn't walk around the world like hermit crabs with our isolation surgically attached. അപ്പം നമുക്ക് മുൻപ് തൊട്ടേയുള്ള ഒരു പ്രാക്ടീസ് ആണ് എവിടെയെങ്കിലും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ലോകത്തു നിന്ന് മൊത്തം ഡിറ്റാച്ച്ഡ് ആയിട്ട് എപ്പോഴും നടക്കുക, ഹെർമിറ്റ് ക്രാബ്സിനെ പോലെ നമ്മുടെ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ്, ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു പ്ലേസ് കൂടെ കൊണ്ട് നടക്കുക എന്നുള്ള പോലെയുള്ള ഒരു ബിഹേവിയർ ഹ്യൂമൻ ബീങ്സ് മുൻപ് കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മ്യൂസിക് വാസ് വൺസ് ദ preserve of the living room or the concert hall. It was sometimes solitary, but it was primarily a shared experience. Sometimes that brought people together. അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്നത് മുൻപ് ലിവിംഗ് റൂംസിലോ കോൺസേർട്ട് ഹാൾസിലൊക്കെ പ്ലേ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ചില സമയത്ത് അത് സോളിറ്ററി ആയിരിക്കും. സോളിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം വേണ്ടി പ്ലേ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മോസ്റ്റ്ലി അതൊരു ഷെയർഡ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു ഹാളിൽ ഒരുപാട് ആളുകൾ ഒത്തുകൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നത്. അത് പലപ്പോഴും ഈ മ്യൂസിക് പലപ്പോഴും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. But music is as atomized now as living is, and it's secret. That block next to you on the bus could be listening to heavy metal or Gregorian chant. You'll never know. And so bit by bit you will never really know him, and by his white wires he is indicating he doesn't really want to know you. അപ്പം ഇപ്പോൾ മ്യൂസിക്കും അതുപോലെ തന്നെ ആളുകളൊക്കെ അവരുടെ തന്നെ ഒരു ഷെല്ലിലേക്ക് ഒതുങ്ങി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് കേൾക്കുന്നത് എന്നുള്ളതൊരു സീക്രട്ടാണ്. ഇപ്പം ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ചിലപ്പം ഒരു ഗ്രിഗോറിയൻ ചാൻഡ് ആയിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സോങ്സ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല അയാൾ എന്താണ് കേൾക്കുന്നത് എന്ന്. ആൻഡ് അതുപോലെ തന്നെ അയാളുടെ ചെവിയിൽ നിന്നും ആ പുറത്തേക്ക് വരുന്ന വൈറ്റ് വയേഴ്സ്, ആ വൈറ്റ് വയേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അയാൾക്ക് നിങ്ങളെ അറിയാനും താല്പര്യമില്ല എന്നുള്ളതാണ്. The author has described the experiences of music in the past and the present to drive home his point. Compare the experience of music in the past with the experience of the music in the present. Author പറയുന്നുണ്ട് പണ്ട് മ്യൂസിക് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പോയിന്റ്സിനോടൊപ്പം പാസ്റ്റിലെയും പ്രസന്റിലെയും മ്യൂസിക് എക്സ്പീരിയൻസസ് തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണ്. മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ മ്യൂസിക് ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ ഈ മ്യൂസിക് വൈഡ്ലി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ആരും ഇൻഡിവിജ്വലി അങ്ങനെ മ്യൂസിക് കേൾക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെ നമ്മുടെ കൈൻ്റെ മുന്നിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോൺസേർട്ടോ മ്യൂസിക്കോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ അവിടുന്ന് എഴുന്നേറ്റ് പോകും. അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ഗ്യാതറിംഗിൽ ഇരുന്നിട്ട് തന്നെ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കിനോട് ട്യൂൺ ചെയ്തിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് ഈ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിൽ വല്ലാത്തൊരു മാറ്റം വന്നിട്ടുണ്ട് ടെക്നോളജിയുടെ അഡ്വെന്റോടെ. And what do we get from this? The chance to slip away for a while from everydayness, to give your life its own soundtracks, to still the monotony of the commute, to listen more closely and carefully to music that can lift you up and can keep you going. We become masters of our own interests, more connected to people like
us over the internet, more instantly in touch with anything we want, need or think we want and think we need. അങ്ങനെ ഈ ഒരു ഐപോഡ് ജനറേഷൻ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നാണ് ഓദർ ഇവിടെ പറയുന്നത്. നമ്മളുടെ എവ്രി ഡേനെസ്, അതായത് എന്നുള്ള ഒരു മൊണോട്ടണസ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സ്വന്തം ശബ്ദം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് പറ്റും. ഈ സോഷ്യൽ ഗ്യാതറിങ്സ് നിന്ന് പുറത്ത് കടക്കാനും ഓരോ മ്യൂസിക്കും ക്ലോസ് ആയിട്ട് കെയർഫുൾ ആയിട്ട് കേൾക്കാനും നമ്മളുടെ മൂഡ് ബെറ്റർ ആക്കാനും നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റിനെ കൂടുതൽ ഡീപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആളുകൾക്ക് കൂടുതലും ഇന്റർനെറ്റിലുള്ള ആളുകളായിട്ട് കണക്ഷൻ വരുന്നു അവരുടെ ചുറ്റുമുള്ളവരെക്കാളും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇഷ്ടമെന്ന് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നത്, അത് നേടാൻ വേണ്ടിയിട്ട് അതിനായിട്ട് കൂടുതൽ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വാട്ട് ആർ വി മിസ്സിംഗ്? ദാറ്റ് ഹിലേരിയസ് ഷാർഡ് ഓഫ് എൻ overheard conversation that stays with you all day, the child whose chatter on the pavement takes you back to your earlier memories, and bird songs, weather, accents, the laughter of others, and those thoughts that come not by filling your head with selected division, but by allowing your mind to wander aimlessly through the regular background noises of human and mechanical life. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് എന്താണ് എന്നുള്ളതാണ് ഇതിന്റെ മുൻപത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അതായത് ഒരു ഓവർഹേർഡ് കോൺവെർസേഷൻ, നമ്മൾ കേട്ട ഒരു കോൺവെർസേഷൻ. ഓവർ ഹിയർ എന്ന് വെച്ചാൽ മറ്റു രണ്ടാൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മൾ സൈഡിൽ നിന്നിട്ട് കേട്ടത്, അങ്ങനത്തെ കോൺവെർസേഷനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചകൾ. അതുപോലെ തന്നെ നെയ്ബർഹുഡിലെ ഒരു കുട്ടിയുടെ കളിയും ചിരിയും സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ കുട്ടിക്കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോയിരുന്ന ചില ഓർമ്മകൾ. അതുപോലെ തന്നെ ബേർഡ് സോങ്സ്, പിന്നെ വെദർ, ആക്സെന്റ് എന്ന് പറഞ്ഞാൽ സംസാരത്തിന്റെ ഒരു ശൈലിയാണ്. ആ ആക്സെന്റിനെയാണ് പറയുന്നത്, അതിനെയാണ് ആക്സെന്റ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചിരി, കളി, തമാശകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുനിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് അത്തരം തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഒരു സിലക്റ്റഡ് ഡൈവേർഷൻ കാരണമല്ല വന്നിരുന്നത്. സിലക്റ്റഡ് ഡൈവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളല്ല അതിനെ ഫിൽട്ടർ ചെയ്ത് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്താണ് നമുക്ക് കേൾക്കാൻ താല്പര്യമുള്ളത് എന്നുള്ള രീതിയിൽ ഫിൽട്ടർ ചെയ്ത് എടുത്തുകൊണ്ടിരുന്നത്. അതങ്ങനെ wander aimlessly through the regular background noise of human and mechanical life എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. അതൊരു പ്രത്യേക ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നതല്ല, അത് അങ്ങനെ തന്നെ അറിയാതെ നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. External stimulation can crowd out the interior mind. Even the boredom that we flee has its uses. We are forced to find our own means to overcome it. ഈ external stimulation പലപ്പോഴും നമ്മളുടെ മൈൻഡിനെ എഫക്ട് ചെയ്യും. പലപ്പോഴും നമ്മുടെ ബോർഡം, നമ്മൾക്ക് ബോറടിക്കുന്ന അതുകൊണ്ടും പലപ്പോഴും പല യൂസസ് ഉണ്ടെന്നാണ് പറയുന്നത്. വി ആർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് അവർ ഓൺ മീൻസ് ടു ഓവർകം. ആ ഒരു ബോർഡം എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന് നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. Not so long ago, I was on a trip and realized I had left my iPod behind. Panic, but then something else. I noticed the rhythm of others again, the sound of airplane, the opinions of the taxi drivers, the small social cues that had been obscured before. I noticed how others related to each other, and I felt just a little bit connected again and little more aware. Try it. There is a world out there and it has a soundtrack all on its own. റൈറ്റർ പറയാണ്, ഒരു ദിവസം അദ്ദേഹം ഒരു ട്രിപ്പിന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഐപോഡ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അപ്പൊ ആദ്യം ഒന്ന് പാനിക് ചെയ്തു. ഈ ഐപോഡിന്റെ ട്യൂൺസിൽ ജീവിച്ച് ശീലിച്ചിട്ട് അതില്ലാണ്ടാവുമ്പോ എങ്ങനെ എന്നുള്ള ഒരു പാനിക്കാണ് അദ്ദേഹത്തിന് വന്നത്. പക്ഷെ എന്നിട്ടാണ് അദ്ദേഹം ഒരു കാര്യം റിയലൈസ് ചെയ്തത്, മനസ്സിലാക്കിയത്. എന്താണ്? ഈ ലോകത്തിന് അതിൻ്റെതായ ഒരു റിതം ഉണ്ട്. അപ്പോൾ അദ്ദേഹം എയർപ്ലെയിൻ സൗണ്ട്, ടാക്സി ഡ്രൈവേഴ്സിന്റെ ഒപ്പീനിയൻസ്, അതുപോലെ തന്നെ പല ആളുകളും അവരുടെ ഒപ്പീനിയൻസ് ഡിസ്കസ് ചെയ്യുന്നതും ചിലർ അതിനായിട്ട് യോജിക്കുന്നതും ചില ആൾക്കാർ അതിനായിട്ട് വിയോജിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് വീണ്ടും ഈ ലോകത്തോട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. എന്നെ അദ്ദേഹം കുറച്ചും കൂടി അവെയർ ആവാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതൊന്ന് ട്രൈ ചെയ്യാനാണ്. ഈ ഒരു ലോകത്തിന് എന്താണ് അതിൻ്റെതായ ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സൗണ്ട് ട്രാക്കിനോട് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് നടക്കാതെ ഈ ഒരു നമ്മുടെ ചുറ്റുപാടിനുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കാൻ, അതിന് നമ്മൾ ഈ ഐപോഡ് ജനറേഷൻ എന്നുള്ള കാറ്റഗറിന്ന് പുറത്ത് വരേണ്ട ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. Now, what were the nicer aspects of life that the author noticed when he forgot to take his iPod on a trip? How did the author enjoy the new experience? അതിന്റെ ഒരു ആൻസർ ആണ് ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഐപോഡ് അദ്ദേഹം എടുക്കാൻ മറന്നപ്പോൾ
ഉണ്ടായ അദ്ദേഹത്തിന്റെ ലൈഫിൽ വന്ന മാറ്റം എന്താണ്, അതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തതെന്നാണ് പറയുന്നത്. ഡു യു നോട്ടീസ് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദ എൻഡിങ് ഓഫ് ദ എസ്സേ? ഈ ഒരു എസ്സേയുടെ എൻഡിങ്ങിന് എന്താണ് പ്രത്യേകത എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പൊ ഈ ഒരു എൻഡിങ്ങിൽ അദ്ദേഹം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ് ഈ ഐപോഡ് ജനറേഷൻ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊരു അഡ്വൈസ് എന്നുള്ള രീതിയിലല്ല പറയുന്നതും. അതാണ് അതിന്റെ പ്രത്യേകത. ജസ്റ്റ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് അത്. ഞാൻ ഇത് എടുക്കാൻ മറന്നപ്പോൾ എനിക്ക് വേൾഡിനോട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഈ വേൾഡിന് അതിൻ്റെതായ ഒരു റിതം ഉണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ ടെക്നോളജി ഫുള്ള് വിട്ട് കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടൂ എന്നല്ല അദ്ദേഹം പറഞ്ഞു നിർത്തി. ഇതൊരു അഡ്വൈസ് ആക്കി അതിനെ ബോറിംഗ് ആക്കി മാറ്റാതെ അദ്ദേഹം നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു ആൻഡ് അത് ഷെയർ ചെയ്യുന്നു. അതാണ് ഈ ഒരു എസ്സേയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.